ഓക്സിജൻ വർദ്ധിപ്പിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കെമിക്കൽ ടോക്സിനുകളെ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെയും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാകാം. ഇവയെല്ലാം തന്നെ ഈ ബയോമാഗ്നറ്റിസം ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ആക്കി വിയർപ്പിലൂടെയോ യൂറിനിലൂടെയോ പുറത്തേക്ക് കളയാൻ നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ ഈ എല്ലാ ടോക്സിനുകളും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകാതെ ശരീരത്തിനുള്ളിൽ തന്നെ അടിഞ്ഞുകൂടും. ഇത് നിങ്ങൾ ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. വൈറസിന് പ്രിയപ്പെട്ട ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടോക്സിൻ മാത്രമായിരിക്കും. ശരീരത്തിൽ എത്രത്തോളം ടോക്സിൻ ഉണ്ടോ അത്രത്തോളം വൈറസും ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ബോഡി ഇല്ലാതാകും. നാം ഇന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങുന്ന മരുന്നുകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് സത്യത്തിൽ ആവശ്യമുള്ളവയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടത് ഇത്രമാത്രം മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടത്? മനുഷ്യ ശരീരത്തിന് പഞ്ചഭൂതങ്ങൾ മാത്രമാണ് ആവശ്യം, അല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. നല്ല ആരോഗ്യത്തോടുകൂടി ശരീരം ഇരിക്കണമെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ ആവശ്യമുണ്ട്. ഇന്ന് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ക്യൂ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് വാങ്ങിക്കൂട്ടുന്നത്. അത്രയും കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇന്ന് ഓരോ ജംഗ്ഷനുകളിലും ഒരുപാട് മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. ഇതിനായി പഞ്ചഭൂതങ്ങളെയും ബ്ലഡ് സർക്കുലേഷനെയും ഓക്സിജനെയും പിന്നെ മാഗ്നറ്റിസത്തിനെയും കുറിച്ച് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ എത്ര മരുന്നുകൾ